പാലക്കാട് ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വീഴ്ച ഏറ്റുപറഞ്ഞ് സ്കൂൾ മാനേജ്മെന്റ്. മരണത്തിന് മുമ്പ് ആശിർ നന്ദ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരുന്നതായി സുഹൃത്ത്. തന്റെ ജീവിതം സ്കൂളിലെ അധ്യാപകർ തകർത്തു എന്ന ആത്മഹത്യാ കുറിപ്പിലുണ്ട്. അർച്ചന, അമ്പിളി എന്നീ അധ്യാപകരുടെ പേരുകൂടി ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നുവെന്നും സുഹൃത്ത് പറയുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം ഇതേ സമയത്തായിരുന്നു വലിയ ബഹളം ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് PTA യോഗം വിളിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോഴിതാ ഈ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് സുഹൃത്താണ്. എന്താണ് ഇതിലെ നിജസ്ഥിതി? അരുൺ ആലത്തൂർ. അനിൽ, ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് പറയുന്നത് മറ്റ് ആ സുഹൃത്തിന്റെ നോട്ട്ബുക്കിന്റെ പുറകിലാണ് ഈ ആത്മഹത്യക്കുറിപ്പ് എഴുതിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ യോഗം നടക്കുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് ഈ യോഗം പുരോഗമിക്കുന്നതിന്റെ യോഗത്തിൽ വീണ്ടും രക്ഷിതാക്കളുടെ പ്രതിഷേധം ഉണ്ടാവുകയുണ്ടായി. നിലവിൽ സ്കൂളിൽ PTA ഇല്ലെന്നും PTA പ്രതിനിധികളെ തീരുമാനിച്ചതിന് ശേഷം സംസാരിക്കാമെന്നും രക്ഷിതാക്കൾ പറയുകയുണ്ടായി. ഇതിനിടയ്ക്കാണ് ഈ മാനേജ്മെന്റ് വീഴ്ച ഏറ്റുപറഞ്ഞത്. പുറത്താക്കിയ പ്രിൻസിപ്പാളിന് പകരം ആക്ടിംഗ് പ്രിൻസിപ്പളായി വൈസ് പ്രിൻസിപ്പളെ നിയമിക്കുമെന്നും തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് പറയുകയുണ്ടായി. പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമെന്നും കുട്ടികൾക്കായി പുതിയ കൗൺസിലറെ നിയമിക്കുമെന്നും അധ്യാപകർക്കും കൗൺസിലിംഗ് നൽകുമെന്നും രക്ഷിതാക്കളുടെ പരാതി മുഴുവൻ കേൾക്കുമെന്നും ഒക്കെയായിരുന്നു മാനേജ്മെന്റ് യോഗത്തിൽ പറഞ്ഞത്. അതേസമയം തന്നെ ഈ രക്ഷിതാക്കൾ ഓരോരുത്തരും അവരുടെ ആശങ്കകളും തങ്ങളുടെ മക്കൾക്ക് നേരിട്ടിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. ഒരു പിതാവ് തന്റെ മകനും ഒരു ദുരനുഭവം ഉണ്ടായതായും ബുക്ക് കൊണ്ടുവരാത്തതിന് ചെല്ലാ ബാബു എന്ന അധ്യാപക മകന്റെ മുഖത്ത് അടിച്ചുവെന്നും 9ാം ക്ലാസ്സിൽ നിന്നും 8ലേക്ക് ഡീപ്രൊമോട്ട് ചെയ്യുമെന്ന് എഴുതി വാങ്ങിയെന്നും നിലവിലെ PTA സുതാര്യതല്ല എന്നും ഒരു രക്ഷിതാവ് പറയുകയുണ്ടായി. ഏതായാലും ഈ ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മരണം പോലും കൃത്യമായി സ്കൂളിൽ ഗ്രൂപ്പിലൂടെ അറിയിച്ചില്ല എന്നും ഇന്ന് അവധിയായിരിക്കുമെന്ന സന്ദേശം മാത്രമാണ് വന്നതെന്നുള്ളതായിരുന്നു ആശിർ നന്ദയുടെ ബന്ധുക്കൾ പറഞ്ഞത്. സ്കൂൾ അധികൃതർ മരണ വീട്ടിൽ എത്തിയത് പോലും പോലീസ് സംരക്ഷണത്തിലാണ് എന്നും പറയുകയുണ്ടായി. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അധ്യാപകരുടെയും മറ്റും നേതൃത്വത്തിലായിരുന്നു ഈ യോഗം, PTA യോഗം നടന്നത്. ആ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ ഉയർന്നത്. അതിനിടയ്ക്കാണ് ഈ ആശിർ നന്ദിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥി, സ്കൂളിലെ തന്നെ ആശിർ നന്ദിയുടെ സുഹൃത്തായ കുട്ടി ആത്മഹത്യക്കുറിപ്പ് തന്റെ കയ്യിലുണ്ട് എന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തന്റെ ജീവിതം സ്കൂളിലെ അധ്യാപകർ തകർത്തു എന്ന ആത്മഹത്യക്കുറിപ്പിലുണ്ട് എന്നാണ് ആശിർ നന്ദ എഴുതിയിരിക്കുന്നതായിട്ടാണ് സുഹൃത്ത് പറയുന്നത്. മാത്രമല്ല അർച്ചന, അമ്പിളി എന്നീ അധ്യാപകരുടെ പേര് ഈ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്നും സുഹൃത്ത് പറയുന്നുണ്ട്. ചെല്ലാ ബാബു എന്ന അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ആശിർ നന്ദ പറഞ്ഞതായിട്ടാണ് സുഹൃത്തുക്കളുടെ മൊഴിയുള്ളത്. അതായത് ഈ സുഹൃത്തിന്റെ നോട്ട് പുസ്തകത്തിന്റെ പുറകിലായിട്ടാണ് ആശിർ നന്ദ ഇത്തരത്തിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പ് സഹപാഠി പോലീസിനെ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. പോലീസ് ഏതായാലും അതിന്റെ ആധികാരികതയൊക്കെ പരിശോധിച്ച് കൂടുതൽ അന്വേഷണം ആ വിഷയത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും പ്രധാനമായിട്ട് 3 അപ്ഡേറ്റുകളാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, PTA യോഗം ചേർന്നു, അതിൽ വലിയ ബഹളങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി. മാത്രമല്ല തെറ്റ് മാനേജ്മെന്റ് സമ്മതിക്കുകയും അത് ഏറ്റുപറയുകയും നടപടികൾ ഉണ്ടാവുമെന്ന് അറിയിക്കുകയും ചെയ്തു. അതിനിടയ്ക്കാണ് ഈ ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ട് അത് പോലീസിന് നൽകിയിരിക്കുന്നത്. അരുൺ, വ്യക്തമാണ്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വീഴ്ച ഏറ്റുപറഞ്ഞ് സ്കൂൾ മാനേജ്മെന്റ്. മരണത്തിന് മുമ്പ് ആശിർ നന്ദ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരുന്നതായി സുഹൃത്ത്. തൻ്റെ ജീവിതം സ്കൂളിലെ അധ്യാപകർ തകർത്തു എന്ന ആത്മഹത്യാക്കുറിപ്പിൽ അധ്യാപകരുടെ പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അർച്ചന, അമ്പിളി എന്നീ അധ്യാപകരുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 അധ്യാപികമാർക്ക് എതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും പോലീസിന് എന്നുള്ളതാണ്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.